ഹലോ ഗായ്സ്, വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായിലുള്ള വലിയ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ് എന്നാണ് പേര് തന്നെ. അപ്പോൾ ഇത് ഏകദേശം ഇത് വന്നിട്ട് തന്നെ ഈ ഫിഷ് മാർക്കറ്റ് ഇവിടെ ഉണ്ടായിട്ട് തന്നെ ഏകദേശം ഈ പുതിയ ഫിഷ് മാർക്കറ്റ് കേട്ടോ, വാട്ടർ ഫ്രണ്ട് പേരുള്ള ഫിഷ് മാർക്കറ്റ് ഉണ്ടായിട്ടാണ് ഒരു 6-7 വർഷമായി കാണും കേട്ടോ. പക്ഷെ ഞാൻ ഇവിടത്തേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പഴയ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മളെ റൂമിൻ്റെ അടുത്താണെങ്കിൽ തന്നെ നമ്മൾ ഇവിടത്തേക്ക് പോയിട്ടേ ഇല്ല. ഞാനിങ്ങനെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെയാണ് ഞാൻ ഫിഷൊക്കെ വാങ്ങുന്നുണ്ടായത്. പക്ഷേ ഇവിടത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടി, പിന്നെ എനിക്കും ഇതൊന്ന് കാണാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഫിഷ് മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇവിടെ ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ലൂലു സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ശരിക്കൊരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെ എന്ന് പറയാം. ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ എന്ന് തന്നെ പറയാം. ഓക്കെ, അത്രയും വലിയൊരു ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്തെല്ലാം വിധത്തിലുള്ള, എന്തെല്ലാം തരത്തിലുള്ള, എന്തെല്ലാം വെറൈറ്റി ഫിഷുകളുണ്ട് എന്നറിയോ ഗൈസ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി, എന്നെപ്പോലെ അധികം കണ്ട് കാണണമെന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ഫിഷ് കാണുമ്പോൾ തന്നെ വാങ്ങാൻ വേണ്ടി തോന്നും. അതുപോലെയാണ് ആ ഫിഷ് മാർക്കറ്റിൽ ആ ഫിഷിനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ സൂക്കിലൊക്കെ കാണുന്നത് പോലെ ചെറിയ റേറ്റിനുള്ള ഒരുപാട് ചെറിയ കുഞ്ഞു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മളിതാ ഫിഷ് മാർക്കറ്റിനകത്തേക്കാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര ജന്നത്തുൽ ഫിർദൗസിൻ്റെ മണമാണ് ഗൈസ്. ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നും, അത്രയ്ക്കും നല്ല സുഗന്ധമാണ് ഗൈസ്. ഫിഷ് മാർക്കറ്റിലേക്ക് വരുമ്പം ഈ സുഗന്ധമൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരും. അതേപോലെ തന്നെയാണ് മൃഗശാലയിലേക്ക്, സൂവിലേക്ക് പോകുമ്പോൾ ആ സുഗന്ധം നമ്മൾ അനുഭവിച്ചേ പറ്റും. കാരണം എനിക്ക് സൂവിലുള്ള സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല, ഫിഷ് മാർക്കറ്റിലെ സ്മെല്ലും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം ഇവിടെ നോക്ക്, ഇഷ്ടം പോലെ വെറൈറ്റി ടൈപ്പ് ഫിഷുകളാണ് കേട്ടോ ഉള്ളത്. പാരറ്റ് ഫിഷ് നല്ല കളറല്ലേ. ചെമ്മീനെല്ലാം നോക്കിയ പലതരം ചെമ്മീനാ, വലിയ ചെമ്മീനുണ്ട്. ഇതെന്തെന്ന് lobster. Lobster. ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ടല്ലേ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി ആ ഫിഷിനെയൊക്കെ. അപ്പോൾ നമ്മളടുത്ത് നിൽക്കുന്ന ഒരാൾ ഹിന്ദി പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്താണ് ആ പാട്ട് ഞാൻ കേട്ടത്. പക്ഷെ നല്ല സൂപ്പറായിട്ട് അയാൾ പാടിയിട്ടാണ്. ഞാൻ അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല, കാരണം ഭയങ്കര ശബ്ദമല്ലേ, നോയ്സാണ് അപ്പോൾ അവിടെ. അപ്പം എനിക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ പാട്ട് ആസ്വദിച്ചത്. മോദ, ഹമ്മൂർ, ചൂര, അയക്കൂറ നമ്മളെ.
ശങ്കര ചെമ്പല്ലിയാ ആ ചെമ്പല്ലല്ലേ ഇത് കടലിൽ കളിക്കുന്ന ചെമ്പല്ലേ ഓടിക്ക് ഇതെല്ലാം ചെറിയ ചെറിയ മീൻ ഇത് നമ്മുടെ നാടൻ മീൻ നത്തോലി ഇത് വേപ്പൂര മാന്തൽ ബേപ്പൂരിൽ നിന്ന് വരെ സുൽത്താൻമാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടത്തേക്ക്. നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലേ ബേപ്പൂർ മാന്തൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ബേപ്പൂർ മാന്തൾ. ഇവിടത്തേക്ക് വന്നതാണ് കേട്ടോ, ബേപ്പൂരിൽ നിന്നേ വന്നതാണ്. വണ്ടി പിടിച്ചിട്ടാണോ കപ്പൽ പിടിച്ചിട്ടായിരിക്കും വന്നത്. ദമൂറല്ലേ സ്രാവെല്ലാം കിടക്കുന്ന കിടപ്പ് കണ്ട മക്കളെ. ഇതായിരിക്കും. ഇതെന്ത് മീനെന്ന്? കൊയലയാ? ചെറിയ कोयले नहीं वो देख रहा है ये क्या कौन सा है ये पंजे पार है चंबी है माला है वाड़ा है वाड़ा ഓലമീനാ? माला है माला മാല. ഇതല്ലേ പാരയാ? ചെറുത് പോലില്ലേ ആ ആ ഇത് നെയ്മീൻ മത്തി वो सुंदर देखने में बहुत सुंदर है लेकिन अभी तो ये क्या है चूरे में. നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്താ, അവിടെ മൊത്തം നിങ്ങൾ കണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല ആ ഏരിയ മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ഫ്ലോർ ക്ലീനിങ്ങിനും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ടിങ്ങിൻ്റെ ഏരിയ കണ്ട എന്ത് നല്ല ഭംഗി കാണാനല്ലേ. ഇവിടെ ഏകദേശം 100-200 ആൾക്കാർ കട്ട് ചെയ്യാൻ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ
അത്രയും സൗകര്യമുള്ള എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള കട്ടിങ് ഏരിയ ആണ് കേട്ടോ. കട്ട് ചെയ്യാൻ പിന്നെ 5 ദിർഹമാണ് കേട്ടോ. ഇതൊരു ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, ഫ്രൂട്ട്സ് മാർക്കറ്റ്, വെജിറ്റബിൾസ് മാർക്കറ്റ്, പിന്നെ ഉണക്കമീനും ഉണ്ട് കേട്ടോ. ഉണക്കമീനിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഉണക്കമീനുണ്ട്. ഈ ഫ്രഷ് ആണ് കേട്ടോ. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല സൂപ്പർ സാധനങ്ങളാണ്, ഫ്രഷ് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ അരി വേണമെങ്കിൽ ലൂലു ഉണ്ട്, അരി അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങണം, പരിപ്പ് വർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ലൂലു ഉണ്ട് കേട്ടോ. ഒക്കെ നിങ്ങൾക്കൊരു കുടക്കീഴിൽ തന്നെ കിട്ടും. ഒക്കെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും കേട്ടോ. നമ്മളെ നാട്ടിൽ പോലും ഇതുപോലുള്ള പിന്നെ വാട്ടർ മെലൺ കാണുമോ? ഇവിടെ നോക്കിയാൽ ചൈനീസ് വാട്ടർ മെലൺ ഇവിടെ കാണാനേ ഇല്ല. നാട്ടിൽ മൊത്തത്തിലുള്ളത് ചൈനീസ് വാട്ടർ മെലണാണ്. ഓക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.